15-ാം വയസ്സിൽ അച്ഛൻ പോയി. 20-25 വയസ്സിൽ അമ്മയും ക്യാൻസർ ബാധിച്ച് വിട പറഞ്ഞു. അങ്ങനെ ദാരിദ്ര്യത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും വക്കിൽ അയാൾക്ക് കൂടെ ഉണ്ടായിരുന്നത് മാനസികമായി ബുദ്ധിമുട്ട് ബാധിച്ച ഒരനിയത്തി മാത്രം. പണ്ടത്തെ ഓൾഡ് ഫിലിംസിലെ ഒരു ക്ലീഷേ സ്ക്രിപ്റ്റ് അല്ല ഇത്. ഇത് അയാളുടെ കഥയാണ്. അയാളുടെ സ്വന്തം ജീവിതമായിരുന്നു. ഷാരൂഖ് ഖാൻ, കിരീടം വയ്ക്കാത്ത രാജാവ്, ജനങ്ങൾ രാജാവാക്കിയവന്റെ കഥ. അന്ന് ആ 20-25കാരൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടും ബുദ്ധിപാടവം കൊണ്ടും വലിയൊരു മാന്ത്രിക ലോകം തന്നെ ഉണ്ടാക്കുകയായിരുന്നു. ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന വലിയൊരു ബ്രാൻഡായി തന്നെ ആ ലോവർ മിഡിൽ ക്ലാസ് പയ്യൻ അറിയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലായാലും വെസ്റ്റേൺ കൺട്രീസിലായാലും ഇന്ത്യയിൽ നിന്നൊരു വ്യക്തി എത്തിയാൽ ഭൂരിപക്ഷം വിദേശികളും ഫ്രം ഷാരൂഖ് ഖാൻസ് കൺട്രി എന്നാണ് ഓരോ ഇന്ത്യക്കാരനെയും വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ എൻഹാൻസ് ചെയ്യാനും ടൂറിസം ആൻഡ് കൊമേഴ്സ്യൽ ബിസിനസ് വളർത്താനും വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് SRK എന്ന വ്യക്തിയെ അയാളുടെ ഗ്ലോബൽ പോപ്പുലാരിറ്റി, ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ, ഇൻഫ്ലുവൻസ് എല്ലാം കണക്കിലെടുത്ത് ദുബായിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കുന്നു. UAE ഹെൽത്ത് കെയർ ലീഡറായ ബുർജിൽ ഹോൾഡിംഗ്സ്, മീഡിയർ, LLH, ലൈഫ് കെയർ, തജ്മീൽ ബ്രാൻഡ്സ് തുടങ്ങിയ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒമാനിലെയും UAEയിലെയും 39ഓളം ഹോസ്പിറ്റൽസിന്റെയും മെഡിക്കൽ സെന്റേഴ്സിന്റെ മെയിൻ ഫേസ് തന്നെ ഷാരൂഖ് ഖാൻ എന്ന വ്യക്തിയാണ്. ഇന്ന് ഓരോ വർഷവും സിനിമയിലെ പ്രോഫിറ്റ് ഷെയറിംഗിൽ നിന്നും അഡ്വർടൈസ്മെന്റുകളിൽ നിന്നും റെഡ് ചില്ലീസ് എന്ന പ്രൊഡക്ഷൻ ആൻഡ് VFX കമ്പനിയിൽ നിന്നും കൊൽക്കത്ത റൈഡേഴ്സ് എന്ന IPL ടീമിൽ നിന്നും ഏൺ ചെയ്യുന്ന 300-400-ലധികം കോടികളിൽ വലിയൊരു ശതമാനം തന്നെ ഇന്ത്യയിലെ ഫിനാൻഷ്യലി ബാക്ക്വേർഡായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ആസിഡ് അറ്റാക്ക് നേരിട്ട, സമൂഹത്തിന്റെ കണ്ണിൽ ഒറ്റപ്പെട്ടു പോയ വലിയൊരു വിഭാഗം സ്ത്രീകളെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള അക്കോമഡേഷനും ചികിത്സാ സഹായവും പുതിയ ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിക്കാനും വേണ്ടി രൂപപ്പെട്ട നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ മീർ ഫൗണ്ടേഷൻ അയാൾ സ്ഥാപിച്ചു. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതിയും വെളിച്ചവും പുറം ലോകവുമായി പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഇരുന്ന ഒഡീഷയിലെ ഗ്രാമങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ ദ എനർജി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ നിന്ന് മുഴുവൻ ഫണ്ടും ഇറക്കിയതും അയാൾ തന്നെയാണ്. ഭിതർക്കണികയിലെ ഗ്രാമങ്ങളിൽ വൈദ്യുതിയും വെള്ളവും കുട്ടികളുടെ പഠന ചെലവും ചികിത്സാ സഹായവുമെല്ലാം ഇത്രയും വർഷം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നതും അയാൾ തന്നെയാണ്. അവാർഡ് ഷോകളിൽ നിന്നും ഇന്റർവ്യൂസിൽ നിന്നും കിട്ടുന്ന ചെക്കുകൾ അയാൾ മീർ ഫൗണ്ടേഷന്റെയും സമൂഹം അവഗണിച്ചു നിർത്തിയ കുട്ടികളെയും സ്ത്രീകളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പേരിലായിരുന്നു പണ്ട് 90കൾ മുതലേ എഴുതി വാങ്ങിയിരുന്നത്. ഷാരൂഖിനെ പോലുള്ള വ്യക്തികൾ അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗം സമൂഹം അവഗണിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2023 പത്താൻ, ജവാൻ, ഡങ്കി ഉൾപ്പെടെയുള്ള അയാളുടെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് 2500 കോടികൾക്ക് മുകളിലും സാറ്റലൈറ്റ്, OTT, മ്യൂസിക് റൈറ്റ്സ് വഴി 700-ലധികവും 30-40ഓളം ആഡ്സ് വഴി കിട്ടുന്ന ഏണിങ്സ്, ഇത്രയെല്ലാം നേടിയിട്ടും അയാൾ വീണ്ടും രാപ്പകലില്ലാതെ ഒരു നേരവും വിശ്രമമില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ 2 മണിക്കാണ് പുള്ളി ജോലി കഴിഞ്ഞ് വീട്ടിലെത്താറുള്ളത്. അതിനുശേഷം ഫ്രഷായി എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്യും. പിന്നെ ഭക്ഷണം കഴിക്കും. വർക്കൗട്ട് ചെയ്തതിനു ശേഷം രാവിലെ 5-5:30 ആകുമ്പോൾ കിടക്കും. ശേഷം രാവിലെ 9-10 മണി ടൈമിൽ എണീറ്റ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. വീണ്ടും ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു. തികച്ചും അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതാണ് ഈ 2024 കുറച്ചു കാലമായി SRKയുടെ റൊട്ടീൻ എന്നാണ് SRKയെക്കുറിച്ചും SRKയുടെ മാനേജേഴ്സും ടീംസും പറയുന്നത്. കപിൽ ശർമ്മ ഷോയിൽ കപിൽ ഒരു ചോദ്യം ചോദിച്ചു SRKയോട്. എന്തിനാണ് ഭായ് ഇത്രയും ഹാർഡ് വർക്ക്? നിങ്ങൾക്ക് ചുറ്റും എന്തിനും ഏതിനും മാനേജേഴ്സ് ഉൾപ്പെടെ ഇത്രയും അധികം സ്റ്റാഫുണ്ട്. വൈ? നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇത്രയും
പക്ഷേ എന്നെപ്പോലെ ലക്ഷക്കണക്കിന് വരുന്ന ലോവർ മിഡിൽ ക്ലാസ്സിൽ ജനിച്ചു വളർന്നവർക്ക് ആ ചിരിയുടെ പിന്നിൽ വർഷങ്ങൾക്ക് മുന്നിൽ ദാരിദ്ര്യവും പട്ടിണിയും ഒറ്റപ്പെടലും അനുഭവിച്ച് നീണ്ടു നിവർന്നു കിടക്കുന്ന ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിന്ന ഒരു 20-25 വയസ്സുകാരനെ കാണാമായിരുന്നു. ന്യൂസ് ബ്യൂറോ 24 മലയാളം.